വർഷത്തിലൊരിക്കൽ ഈ പ്രത്യേകമായ സിയാറത്ത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഹദീസുകളിലുണ്ട്. പക്ഷേ വർഷത്തിലൊരിക്കൽ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ പോയി. ആ സംഭവം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ വിവരിക്കണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവിടെ പോയി നബി ഏതെങ്കിലും നിലക്കുള്ള സിയാറത്ത് ചെയ്ത് പോകുന്നല്ല. ഫസല്ല സ്വലാത്തഹു അലൽ ജനാസത്തീന, ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 8 വർഷം കഴിഞ്ഞതിന് ശേഷം ചെന്നു. അവിടെ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്ന വാക്ക് തന്നെ എന്താ? ഫസല്ല സ്വലാത്തഹു അലൽ ജനാസത്തീന. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് പോലുള്ള ഒരു ദുആ ചെയ്തു. മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു എന്നല്ല, അതാണ് 8 വർഷം എന്ന് പറഞ്ഞത്. ഒരു മയ്യത്തിന്റെ മേലില് ഖബറുകൾ ചെന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷാഫി മദ്ഹബിൽ ആ മയ്യത്ത് നുരുബാത്ത കാലത്തോളം നിസ്കരിക്കാം. ചില മദ്ഹബുകളിൽ ഉദാഹരണമായിട്ട് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് ഒരു മയ്യത്തിന് ഒരാളുടെ ഖബറുകൾ ചെന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റൂല. മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് 3 ദിവസം വരെ നിസ്കരിക്കാം. 3 ദിവസം കഴിഞ്ഞാൽ ഖബറിലെടുത്തിട്ട് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇമാം ബുഖാരി തങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു. ഫസല്ലാ ബഅദ 80, 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി ചെന്ന് അവിടെ സ്വലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്ന് മഹാന്മാരാവുന്ന അയിമ്മത്തിൽ നിന്നുള്ള ആരും ആ വാക്കിലേക്ക് അർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പൊ 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്താ? ഫസല്ലാ സ്വലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ള ഒരു ദുആ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്തിനു വേണ്ടിയാ? സിയാറത്തിന്റെ സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും, ഉമ്മാനെ സിയാറത്ത് ചെയ്താലും ബാപ്പാനെ സിയാറത്ത് ചെയ്താലും വലിയനെ സിയാറത്ത് ചെയ്താലും നബീനെ സിയാറത്ത് ചെയ്താലും സാധാരണക്കാരനെ ആരെ സിയാറത്ത് ചെയ്യുകയാണെങ്കിലും സിയാറത്തിന്റെ സ്വഭാവം എങ്ങനെ ആവണമെന്ന് ചോദിച്ചാൽ മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം ആവണം. മയ്യിത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം എങ്ങനെ? അതിനെ ദുആ ചെയ്യല്ല വേണ്ടത്. ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം അവിടെ ഫാത്തിഹ ഓതണം. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ തക്ബീർ, ആ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആദ്യം തന്നെ സ്വലാത്ത് അല്ലല്ലേ വേണ്ടത്. നമ്മളൊക്കെ ആദ്യം തന്നെ സ്വലാത്ത് അല്ല ചെല്ലേണ്ടത്. സ്വലാത്തിന്റെ മുമ്പായിട്ട് ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയൽ സുന്നത്താണ്. പിന്നെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. അപ്പൊ രണ്ടാമത്തെ തക്ബീറിന് ശേഷം അൽഹംദുലില്ല പറഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചെല്ലണം. മൂന്നാമത്തെ തക്ബീറിന് ശേഷം നാലാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രത്യേകം കേൾക്കണം. മറ്റുള്ള അത് കൽപ്പിക്കപ്പെട്ട ദുആകളൊക്കെ ഉണ്ടാവണം. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവത്തിലാവണം ഖബറുകൾ ചെന്നും കൊണ്ടുള്ളതായ ദുആ, മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ആവേണ്ടതെന്നാണ്. അത് ഫാത്തിഹ ഓതിയാൽ വേണ്ടില്ല, അല്ലെങ്കിൽ സൂറത്ത് യാസീൻ പോലത്തെ സൂറത്തുകളോതാ. അതല്ലാതെ ഖബറുകളിൽ ഓതൽ സുന്നത്താക്കപ്പെട്ട ഏതെല്ലാം സൂറകളുണ്ടോ ഇതൊക്കെ ഓതണം. അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയണം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ദ്വാരക്കണത്. ഫാത്തിഹ ഓതുന്നു, അല്ലെങ്കിൽ യാസീൻ ഓതുന്നു, ഇഖ്ലാസ് ഓതുന്നു, മുഅവ്വിദത്തൈൻ ഓതുന്നു. അല്ലെങ്കിൽ മറ്റുള്ള സൂറകൾ അതുപോലെ അവിടെ ഓതൽ സുന്നത്തായ പല സൂറത്തുകളുണ്ട്. ഇന്ന പോലത്തെ പല സൂറത്തുകളുണ്ട്. അങ്ങനത്തെ ആ സൂറത്തുകൾ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ദ്വാരക്കണം. ആ ദ്വാന്റെ സ്വഭാവം എങ്ങനെ ആവണം? നമ്മൾ ദ്വാ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം തന്നെ അൽഹംദുലില്ലാഹി പറയണം. രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറയേണ്ടത്. പിന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയേണ്ടത്. പിന്നെ മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് ദ്വാരക്കേണ്ടത്. അപ്പോൾ അൽഹംദുലില്ലാ പറയണം, അല്ലാഹുമ്മ സ്വല്ലി അലാ പറയണം, പിന്നെ ദുആ ചെയ്യും വേണം. ആ ദുആ പഠിപ്പിക്കാൻ വേണ്ടിയാണ് 8 വർഷം കഴിഞ്ഞതിന് ശേഷം നബി പോയി എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്തു. ഫസല്ലാ സലാത്തഹു അൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിലുള്ള നിസ്കരിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഫസല്ലാ ജനാസ നിസ്കാരം നിസ്കരിച്ചു എന്ന് അയിമ്മത്തിൽ നിന്നുള്ള ആരും അതിനർത്ഥം പറഞ്ഞിട്ടില്ല. മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ അർത്ഥം പറഞ്ഞിട്ടില്ല. മഹാനാവുന്ന ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടില്ല. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടില്ല. മഹാനാവുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടില്ല. അവരൊക്കെ മദ്ഹബുകളുള്ള മഹാന്മാരാവുന്ന അയിമ്മത്ത് വാർത്ത പറഞ്ഞിട്ടില്ല. എന്താ കാരണം? ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം
ശ്രോതാവിൻ്റെ മേൽ മൈദ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ്. ശ്രോതാവിൻ്റെ മേൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതും അപ്പം പിന്നെ അവർക്ക് ദ്വാരക്കാൻ പറ്റുമോ, അത് വേറൊരു കാര്യമാണ്. ഞാൻ അപ്പം അതിലേക്ക് നീട്ടിക്കൊണ്ടുപോകണില്ല. ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, എനിക്ക് ഉറക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തുനിന്നും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഷാഫി മദ്ഹബ് പ്രകാരം ശ്രോതാവിൻ്റെ മേൽ മൈദ നിസ്കരിക്കാൻ പാടില്ല. അപ്പം ഷാഫി ഇമാമിൻ്റെ അടുത്ത് സൊല്ലാ സലാത്തുഹു അലൽ ജനാസത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്ഹബ് പ്രകാരം ജനാസക്കാരത്തിൽ നിസ്കരിച്ചു എന്നല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിനിക്ക്, ഈ ഹദീസിനിക്ക് തീർച്ചയായിട്ടും അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വന്നു. അതാണ് ഫസല്ലാ സലാത്തുഹു അൽ ജനാസക്കാരത്തിലുള്ള ദുആ പോലത്തെ ദുആ ചെയ്തു. ഇതന്നെയാണ് മറ്റുള്ള അയിമത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം 3 ദിവസം കഴിഞ്ഞാൽ ഒരു ഖബറുകൾ ചെന്ന് മയ്യത്ത് നിസ്കാരം പറ്റുമെന്ന് പറഞ്ഞ ആളാണ് മഹാനാവുന്ന അബൂ ഹനീഫ തങ്ങൾ. ശ്രോതാവിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞ ആളാണ് അബൂ ഹനീഫ ഇമാമ്. പക്ഷേ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബിൽ ഒരു ഖബറുകൾ ചെന്ന് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 3 ദിവസം കഴിഞ്ഞാൽ അതിനെ പറ്റൂല. ഇത് 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അപ്പം ഇമാം ബുഖാരി തങ്ങൾ അവിടെ രേഖപ്പെടുത്തിയ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഫസല്ലാ സലാത്തുഹു അലൽ ജനാസത്തി ബഅദ 8 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പൊ 8 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ചെന്നു നിസ്കരിച്ചു എന്നല്ലതിൻ്റെ അർത്ഥം. നിസ്കരിക്കാൻ പാടില്ല. ശ്രോതാവിൻ്റെ മേൽ നമ്മളെടുത്തും മറ്റു ചില മദ്ഹബുകളിലും ശ്രോതാവിൻ്റെ മേൽ നിസ്കരിക്കണ്ട. ഒന്ന്, നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു ഖബറിൽ ചെന്ന് നിസ്കരിക്കാനും പറ്റുമെന്നും അല്ലാതെയൊക്കെ പറ്റുമെന്ന് പറയുന്ന മദ്ഹബുകാരുണ്ടെങ്കിലും ഇത് 8 വർഷം കഴിഞ്ഞതിന് ശേഷം അവരെടുത്തൊന്നും അത് പറ്റൂല. അപ്പൊ എത്ര വളരെ അധികം നല്ല നിലക്കാണ് ഇമാം ബുഖാരി തങ്ങൾ ആ ഹദീസിനെ അവതരിപ്പിച്ചത്. അത് എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലുള്ള ദുആ അത് എങ്ങനെയാവണം, സിയാറത്തിന്റെ സ്വഭാവം എങ്ങനെയാവണം, ഇതാണ് ഉറൂസുകൾ നടക്കണം. മറ്റൊന്ന്, അപ്പൊ ഉറൂസിലുള്ള വർഷത്തിൽ ഒരിക്കലുള്ള സിയാറത്ത് അതൊരു പ്രത്യേകമാവുന്ന സിയാറത്താണ്. ആ സിയാറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ വർഷവും നബി ചെയ്തു എന്ന് മാത്രമല്ല, വകദാലിക ഫഅലഹു അബൂബക്കറിൻ ഉമർ ഉസ്മാൻ, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അവരെ ഭരണകാലഘട്ടത്തിൽ സഹാബത്തിനെയും താബീങ്ങളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അവർ പോയിട്ട് സിയാറത്ത് ചെയ്തു എന്നാണ്. വർഷത്തിലൊരിക്കൽ ഉഴുത് ശ്രോതാവിൽ. അപ്പോൾ വർഷത്തിലൊരിക്കലുള്ള സിയാറത്താണ് ഉറൂസുകൾ നടത്തപ്പെടുന്ന ഒന്ന്. മറ്റൊന്ന്, ആ സിയാറത്തിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആവണം. സുന്നികളാവുന്ന നമ്മൾ ചെയ്യണത് പോലെ ഫാത്തിഹ വാസിനൊക്കെ ഓതിയിട്ട് ആര്യത്വത്തിനും കാര്യമില്ല. മൂന്നാമത്തൊന്ന്, ഒരു മഹാനുമായി ബന്ധപ്പെട്ട് അവരെ സാന്നിധ്യത്തിലേക്ക് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് റസൂലുള്ളാഹിക്ക് ആ പതിവുണ്ടായിരുന്നു. മഹദിമാരാവുന്ന പലരും വഫാത്തായി വർഷം തികയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന് ആടിനൊക്കെ അറുത്ത് അവരോട് ബന്ധപ്പെട്ടതായ ബിരിമാണിക്കും മറ്റൊക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഒരു മഹാനെ സന്ദർശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്താണെങ്കിലും മരണത്തിന്റെ ശേഷമാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ ശേഷമാണ് ചെയ്തത്. ബിമാര് വഫാത്തായി കഴിഞ്ഞതിന്റെ ശേഷമാണ് അവർക്ക് വേണ്ടി അവരുടെ സ്നേഹിതകളാവുന്ന ആളുകളിലേക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസം ഒട്ടകത്തിന് അറുത്തുകൊണ്ട് വാടിന് അറുത്തുകൊണ്ടൊക്കെ മാംസം വിതരണം ചെയ്തത്. അപ്പൊ അവരെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഉറൂസിൽ നടക്കുന്ന സംഗതികൾ ഇതൊക്കെയാണ് ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെ അവിടെ പാടില്ലാത്ത ചില സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ മാത്രമല്ല, എല്ലാവരും തടുക്കേണ്ടതാണ്. അത് മുജാഹിദുകളും കൂടി തടുത്തോട്ട് ആണും പെണ്ണും കൂടി ഒന്നിച്ച് കിടക്കാൻ പാടില്ല. നമ്മളും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വേറെ മതിലവിടെ കെട്ടി നടത്തത്തിലൊക്കെ അവർക്ക് വേറെ, അവർ സ്ത്രീകളാണ്, അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. പുരുഷന്മാര് ആ സ്ത്രീകളെ നമ്മൾ സംരക്ഷിക്കപ്പെടൽ നമ്മളെ ബാധ്യതയാണ്. സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ അവരെ അപമാനിക്കല്ല ചെയ്യണത്. അവരെ സംരക്ഷിക്കപ്പെടുക, അവരെ പൂർണ്ണമായും കൊണ്ട് അവർക്ക് എല്ലാ നിലക്കുള്ള സംരക്ഷണമാണ് വിശുദ്ധ ദീൻ നൽകിയിട്ടുള്ളത്. അവരെ പൂർണ്ണ ഉത്തരവാദിത്തം വരെ പുരുഷന്മാരിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർക്കൊരു ബാധ്യത ഉണ്ടാക്കിയിരുന്ന സാമ്പത്തികമായ ബാധ്യത സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. അവരെ ആരോഗ്യപരമായ എന്തെങ്കിലും തകരാറുകൾ അവർക്ക് ഉണ്ടാക്കാം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ വിദ്യാഭ്യാസം അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവരോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആണുങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അവരെ പളുങ്കുപാത്രം പോലെ സൂക്ഷിച്ച് അവർക്ക് ഒരു തരത്തിലുള്ളതായ തകരാറും സംഭവിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തിയറി. അതുകൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ, സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, അവർ വേറെ വഴിയിൽ കൂടി വന്ന് എന്നാൽ അവരെ അപമാനിക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യാൻ. അപ്പം അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമല്ല എതിർക്കേണ്ട, എല്ലാവരും എതിർക്കേണ്ടത് തന്നെയാണ്.
അപ്പോൾ ഉറൂസ് എന്ന് പറഞ്ഞാൽ ഉറൂസിൽ എതിർക്കപ്പെടേണ്ടതായ ഒന്നുമില്ല. ഇതാണ് ഉറൂസ് എന്നുള്ളത്. ഈ നമ്മുടെ വലിയുല്ലാഹി തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ ഈ ഉറൂസ് നമ്മൾ കൊണ്ടാടുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം മഹാന്മാരോട് ബന്ധപ്പെട്ടതായ അവരെ ജീവിത ചരിത്രങ്ങൾ അവരെ സമീപത്ത് വെച്ചുകൊണ്ടോ അല്ലാതെയോ എന്താക്കുക, അതിനെ സംബന്ധിച്ച് ഉപദേശിച്ചു കൊടുക്കുക. അതാവണം ഉപദേശിക്കുന്നത്. കാടുകയറിയ ഉപദേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മഹാന്മാരോട് സംബന്ധിച്ച് നമ്മൾ ഉപദേശിക്കുമ്പോൾ അവരെ ജീവിത ചരിത്രം പറഞ്ഞു കൊടുക്കുക. അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരെന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിച്ചത്, അവർ ജനങ്ങളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടിയാണ് അവർ ജീവിച്ചത്. ഹൃദയങ്ങളിലേക്ക് എന്തെങ്കിലും നിലക്കുള്ളതായ ദുസ്വഭാവങ്ങളെ കടത്തിവിടുകയല്ല അവർ ചെയ്തിട്ടുള്ളത്. അവരിവിടെ സൂഫിയാക്കളുടെ ഭാഷയിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തസ്കരിയത്ത്, തഹ്ലിയത്ത്, ഉന്നതമാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് കടത്തിവിടണം. ആദ്യമായിട്ട് മോശമായ സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കും വേണം. അങ്ങനെയല്ലേ ശരീഅത്ത് അങ്ങനെയുള്ള നമ്മളോട് പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മളെല്ലാവരേക്കാളും ചെറിയവനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിനക്ക് ഈ തവാളുണ്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരാവുന്ന അയിമ്മത്തതിന് മറുപടി പറഞ്ഞു, ഈ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെ കണ്ടാലും അവൻ ഇന്നേക്കാൾ വലുതാണെന്ന് വെച്ച് മനസ്സിലാക്കിയാൽ മതിയില്ല. ആരെ കണ്ടാലും ഇന്നേക്കാൾ വലിയവൻ അവനാണ്. ഈ ഒരു ക്വാളിറ്റിയാണ് മഹത്തുക്കളാവുന്ന സൂഫിയാക്കൾ ഇവിടെ പഠിപ്പിച്ചത്. അപ്പം അവരിവിടെ ഭിന്നത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള മതസുബോധം തകർക്കാനോ ഇതൊന്നുമില്ല അവർ ജീവിച്ചിട്ടുള്ളത്. ശരിയാവുന്ന ആ ഇസ്ലാമിൻ്റെ ഒരു സുന്നത്തി വ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, അത് തഖ്വയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതം ജനങ്ങൾ, അതാണല്ലോ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യനെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ആവശ്യമായ നിലക്ക് അവനെ സംരക്ഷിച്ചു പോരാ. അത് എല്ലാവർക്കും ആ സംരക്ഷണം കഴിയൂല. അതാണ് സംരക്ഷിക്കാൻ പറ്റണ മുറബിയാവുന്ന മശായിഖന്മാരുണ്ടാവും, അവർക്കത് കഴിയും. അവരത് ആ നിലക്ക് സംരക്ഷിക്കുകയും ചെയ്യും. അവർക്ക് അങ്ങനെയാണ്. അതാണ് മുരീദ് ഏത് ലോകത്താണെങ്കിലും ആ മുരീദിനെ നിയന്ത്രിക്കാൻ പറ്റേണ്ടതായ അവസ്ഥയിലായിരിക്കും അവരുള്ളത്. അതാണ് മഹാന്മാർ. അവർക്ക് പ്രത്യേകമാവുന്ന ഒരു ഇലാഹിയാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മുഖത്ത് നോക്കിയാൽ അവനെ ഞാൻ നിയന്ത്രിക്കേണ്ടവനാണോ അല്ലേന്ന് അവർ മനസ്സിലാക്കും. നിയന്ത്രിക്കുന്നവൻ അല്ലെങ്കിൽ ഇനി പോയിക്കോന്ന് പറയും, ഇവിടെ അതിൻ്റെ അടുത്ത് ഇതിന് പണിയില്ലാന്ന് പറയും. അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. കാരണം ആ നിലക്കുള്ള ഒരു ക്യാമറ അവരെ വശമുണ്ട്. അപ്പൊ അള്ളാഹ് കാണുന്നത് പോലെ കാണുന്നല്ല, അവർക്ക് കാണാൻ കഴിയും. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാവിന് കാണാൻ കഴിയും, മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാവിന് കാണാൻ കഴിയും. അവർക്ക് ലോകത്തുള്ള ആരോടും സംസാരിക്കാൻ കഴിയും. അതുകൊണ്ടൊന്നും ആരും അള്ളാഹൂല. അങ്ങനെ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലര്. ലോകത്തുള്ള എല്ലാം കണ്ടുകൊണ്ട് പോകാൻ അള്ളാഹുവോ? അള്ളാഹ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാം കാണുന്നവന്നാ? ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞു അള്ളാഹുവോ? ലോകത്തുള്ള എല്ലാം നമ്മൾ കാണുന്നില്ല, നമ്മൾ അള്ളേ. അതിനുള്ള പല ഉപകരണങ്ങൾ വെച്ച് നമ്മൾ കാണുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ ടെക്നോളജി പഠിപ്പിച്ചു കൊടുത്തത് ആദം നബിക്ക്. മക്കളത് ഉപയോഗപ്പെടുത്തിയത് ചില ആളുകൾ അത് ഇലാഹിയാവുന്ന മാധ്യമങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്തി. അതാണ് മഹാന്മാരാവുന്ന അമ്പിയാവ് ഔലിയാവ്. ചില ആളുകൾ അതിനെ ഉപയോഗപ്പെടുത്തിയതോ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ മഴ വർഷിക്കും ചിലവർ പറഞ്ഞു, അവർ പറഞ്ഞ മാതിരിക്ക് മഴ വർഷിക്കോ? ശാസ്ത്രജ്ഞന്മാരത് മഴ വർഷിക്കും എന്ന് പറഞ്ഞ് കാറ്റടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ കാറ്റടിച്ചോളം തന്നെ ഇല്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഡിഗ്രിക്ക് അടിച്ചോളന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഇന്ന് മഴ വർഷിക്കും, അല്ലെങ്കിൽ ഇന്ന് കാറ്റ്. റസൂൽ പറഞ്ഞില്ലേ തഹുബുല്ല തരിയവും ശരീരത്തുന്നു, ഇന്ന് രാത്രി ശക്തമായ കാറ്റടിച്ച് വീശുമെന്ന് പറഞ്ഞു. ഇത് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് തന്നെയാണ് എല്ലാവരും പറയണത്. അതിപ്പോ ഞാനിവിടെ പ്രസംഗിക്കുന്നത് അള്ളാഹ് അറിയിച്ചു തന്നിട്ട് തന്നെയല്ലേ. അപ്പൊ അള്ളാഹ് അറിയിച്ചു തന്നിട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ചില മാധ്യമങ്ങൾ അവരെ കൈവശങ്ങൾ ഉണ്ടാവും. ആ മാധ്യമങ്ങൾ സമ്പാദിക്കൽ കുറച്ച് പണിയാണ്. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൈവശമുള്ള മാർഗം, മാധ്യമങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹുബുല്ലൈലത്തെ രിഹുൻ ശദീദ്, ശക്തമായ കാറ്റെന്ന് അടിച്ചു എന്ന് പറഞ്ഞു. അത് തബൂക്ക് യുദ്ധത്തിന്റെ അന്നാണ്. ശക്തമായ കാറ്റെന്ന് അടിച്ചില്ലേ, ഫലാ യഖ്റുജന്ന അഹദ്, ഒരാളും പുറത്തു പോകരുത് എന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയാലെന്ന്. അയാൾ പുറത്തു പോയി നോക്കി, എന്താ സംഭവിച്ചത്? പർവ്വതത്തിൽ കാറ്റ് കൊണ്ടുപോയി മൂപ്പരിട്ടൂതാ. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ശാസ്ത്രജ്ഞൻ പറഞ്ഞു മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാതിരിക്കാനൊക്കെ സാധ്യത. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കും അത് പറയാൻ കഴിയും. അവർ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടല്ലാന്ന് മാത്രം. രണ്ട് നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ അമേരിക്കയുടെ സംഭവം നമ്മൾ
എന്നാൽ ലോകത്ത് നടക്കുന്ന നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് പല യുദ്ധങ്ങളും നബി നേരെ ലൈവിൽ കൂടി റിപ്പോർട്ട് ചെയ്തില്ലേ? അതെങ്ങനെ? അത് അതിൻ്റെ ഒരു മാധ്യമം ഉപയോഗിച്ചിട്ട് അത്രയുള്ള വിഷയം. അപ്പം എല്ലാവരും മാധ്യമം ഉപയോഗിച്ച് കാണുന്നത്, അത് ഔലിയാക്കന്മാരും കാണുന്നത് അങ്ങനെ തന്നെ, അമ്പിയാക്കന്മാരും കാണുന്നത് അങ്ങനെ തന്നെ, ശാസ്ത്രജ്ഞന്മാരും കാണുന്നത്, അല്ലെങ്കിൽ അവർ വികസിപ്പിച്ചെടുത്ത മാധ്യമത്തിൽ കൂടി നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ വ്യത്യാസമുണ്ട്. ഒന്ന് ഇലാഹിയായ മാധ്യമങ്ങളാണ്, ഒന്ന് ഭൗതികമായ മാധ്യമങ്ങളാണ്. ഇതാണ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അപ്പോൾ മഹാന്മാരാവുന്ന ഈ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അങ്ങനത്തെ ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖനായിരുന്നു മഹാനാവുന്ന തിരുപ്പതി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരുടെ ആ ജീവിതം, അവരുടെ ജീവിത രീതി, അവരിവിടെ എന്താണ് അവരിവിടെ ഈ സംഭാവന നൽകിയ കൊണ്ട് നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയത്, ശരിയാവുന്നതായ ഇസ്ലാമിൻ്റെ ആ റൂട്ട് അഥവാ ഒരു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അത് അവർ പഠിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. ആ നിലക്ക് അവരിഷ്ടപ്പെട്ട ചില ആളുകൾ അന്നേക്ക് വാർത്തെടുത്തിട്ടുണ്ടാവാം. അവരെ ആ തെർബിയത്തിൽ കൂടി പലരും അങ്ങനെ വളർന്നിട്ടുണ്ടാവാം. കുറേ ആളുകളെ വളർത്തിയിരിക്കുക എന്നുള്ളതൊരു വലിയൻ്റെ പ്രത്യേക കഴിവൊന്നുമല്ല. അല്ല, ഒരു വലിയൻ്റെ പ്രത്യേകതയായി എണ്ണേണ്ട ആവശ്യമില്ല. അപ്പോൾ വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ചിലപ്പോൾ അവരൊന്നും അധികം ആളുകളെ തെർബിയത്ത് ചെയ്തിട്ടുണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ജനങ്ങളെ തെർബിയത്ത് ചെയ്യാൻ കഴിയണ നിലക്കുള്ള മഹാനാവുന്ന ഒരു വലിയായിരുന്നു ഈ ബഹുമാനപ്പെട്ട തിരുപ്പതി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹു. ആ നിലക്ക് അവരുടെ ആ സന്ദേശങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തുകൊണ്ടിട്ട് ജനങ്ങളെ ഒന്നും കൂടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്ന സംരംഭങ്ങളാണ് ഇതൊക്കെ. ഇത് മനസ്സിലാക്കി നിലക്കുള്ളതായ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ആചാരങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് മഹാന്മാരും അവരോട് ബന്ധപ്പെട്ടതായ ഉറൂസുകളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടുള്ളതല്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഇവിടെ വന്നുകൂടാൻ പാടില്ല. അങ്ങനത്തെ ഏതെങ്കിലും സ്വഭാവം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് എതിർക്കുക തന്നെയും, യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ഉറൂസിനെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇതിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്ന ഈ സമ്മേളനം, ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.